നമസ്കാരം. സുരേഷ് ബാബു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നോട് ഇങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ മതിയോ ഇതിനൊക്കെ, കാരണം അത്രയധികം വർത്തമാനം നിർത്താതെ പറയാൻ അറിയാമെങ്കിലും പ്രസംഗിച്ചിട്ടുള്ള ശീലം കുറവാണ്. ഇല്ല, ഹരിദാസൻ പറഞ്ഞാൽ മതി, ഹരിദാസൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചാൽ മതി, അതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചതാണ്. രാമൂട്ടി നാരാശാൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്കതിനുള്ള ഒരു അർഹതയുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു, ഞാൻ പങ്കുവച്ചു. അതേസമയം തന്നെ ഈ അർഹത എന്ന വാക്ക് എൻ്റെ മനസ്സിലുടക്കി. കാരണം പറഞ്ഞ രാമൂട്ടി നാരായണൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വലിയ ഒരു വാക്കാണ് അർഹത. അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലത്ത് 3-ോ 4-ലോ പഠിക്കുന്ന കാലത്താണ് അത് അദ്ദേഹത്തിൻ്റെ പല വേദികളിലും പ്രസംഗിക്കുന്നത് ഞാൻ മാത്രമല്ല നിങ്ങളും പലരും കേട്ടിട്ടുണ്ടാവും. അർഹത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മാഷ് ചോദിച്ചു. ആശാന് അതിൻ്റെ ഉത്തരം അറിയില്ല. എന്നാൽ ഉത്തരം അറിയില്ല എന്നുള്ളതിന് ശിക്ഷ കിട്ടിയത് വലിയ ശിക്ഷയായിരുന്നു. ആ ശിക്ഷ പിറ്റേ ദിവസം അമ്മ കുളിപ്പിക്കുമ്പോൾ എന്താ രാമൂട്ടി എന്ന് എൻ്റെ കാലിന്മേലൊക്കെ ചോദിച്ചു. അപ്പോൾ ചൂരലുകൊണ്ട് അടിച്ചതിൻ്റെ പാടാണ്. അപ്പോൾ അമ്മയ്ക്ക് തൻ്റെ മകനെ ശിക്ഷിച്ചതിലുള്ള ദേഷ്യം മാത്രമല്ല, വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ദയയില്ലാണ്ട് ഒരു അർഹത വാക്കിന് വേണ്ടിയിട്ട് ശിക്ഷിച്ചു എന്ന് കേട്ടപ്പോൾ വളരെയധികം ദേഷ്യം വന്നു. മാത്രമല്ല മകനെയും കൂട്ടി സ്കൂളിലേക്ക് ചെന്നു. അപ്പോൾ ഈ അടിച്ച മാഷ് രാമൂട്ടിയച്ഛൻ്റെ അമ്മയും പഠിപ്പിച്ച മാഷാണ്. എന്താ മാഷെ രാമൂട്ടി സ്കൂളിൽ നിന്ന് വല്ലതും കട്ടുവോ ചോദിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ സ്കൂൾ വിദ്യാഭ്യാസം അതോടുകൂടി നിലച്ചു. പിന്നീട് കുടുംബ സുഹൃത്തായിട്ടുള്ള കരിയാട്ടിൽ കുമാരൻ നായർ അല്ലെങ്കിൽ ലണ്ടൻ കുമാരൻ നായർ എന്ന് പറയുന്ന ആളെ ഒരു ഒത്താശയോട് കൂടിയിട്ടാണ് ആശാൻ പട്ടിക്കാനൊരു രാവണമേന ആശാൻ്റെ അടുത്ത് കഥകളി അഭ്യാസം തുടങ്ങുന്നത്. അതിലും പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കാന്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, അതിനടുത്തുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആല്, അവിടെ അടുത്തുള്ളൊരു അണിയറ മഠം, ഒരു സ്വാമിയുടെ വീടാണ്. അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആശാൻ്റെ കഥകളി ജീവിതം. ആ ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് അത്ര ഈ കുമാരൻ നായർ ആശാൻ രാമൂട്ടിയാശാനെയും കൊണ്ട് വരുമ്പോൾ പട്ടിക്കാനോട് രാമനായർ ആശാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്, എന്താ കുമാര ചെക്കൻ്റെ മുഖത്ത് പുച്ഛാനുള്ള സ്ഥായി എന്ന് പറഞ്ഞു തരാം. അങ്ങനെ ആശാൻ്റെ ആ കഥകളി വിദ്യാഭ്യാസം കാന്തല്ലൂർ അഗ്രശാലയിലും അണിയറ മഠത്തിലായി തുടങ്ങി. മാത്രമല്ല പിന്നീട് കലാവണത്തിലെ വിദ്യാർത്ഥിയായി ചേർന്ന് കഥകളി പഠനം പൂർത്തിയാക്കി. എന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിലെ അധ്യാപകനായി, പ്രധാന അധ്യാപകനായി, പ്രിൻസിപ്പാളായി വിരമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത എന്താണ്? എല്ലാ അർഹതകളും ഉണ്ട്. മാത്രമല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നേടാവുന്ന എല്ലാവിധ പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള ഒരാളാണ് രാമൂട്ടി നാരായണൻ. അപ്പോൾ ഈ അർഹത എന്ന വാക്കും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതവും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ കഥകളിയിലെ എല്ലാ അവാർഡുകളും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അദ്ദേഹം ഭോപ്പാൽ ഗവൺമെൻറ്റിൻ്റെ കാളിദാസ് പുരസ്കാരം നേടിയ വേഷക്കാരനാണ്. അത് പിന്നീട് ആർക്കെങ്കിലും കിട്ടിയതായിട്ട് എനിക്കറിയില്ല, കിട്ടിയെന്ന് പറഞ്ഞുകൂടാ. പിന്നെ പത്മഭൂഷൺ, ഡോക്ടറേറ്റ്, ഇതൊക്കെ നേടിയ രാമൂട്ടി നാരായണന് എല്ലാ അർഹതകളും പിന്നീട് ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ രാമൂട്ടി നാരായണനെ ആദ്യം കാണുന്നത് എൻ്റെ അമ്മയുടെ നാടായ മഞ്ചേരി കരിക്കാട് വെച്ചിട്ടാണ്. അന്ന് എനിക്കൊരു 7-8 വയസ്സ് പ്രായത്തിലാണ് കടന്നത്. അന്ന് അവിടെ 3 ദിവസത്തെ
ഉത്സവ കഥകളിയുണ്ട്. PSV നാട്യസംഘത്തിൻ്റെ കഥകളിക്ക് പുറമെ രാമകുട്ടി നായരാശാൻ, എൻ്റെ അച്ഛൻ ഗോപിയാശാൻ, ഇവർ 3 പേരും 3 ദിവസവും സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നതാണ്. അപ്പം എന്താ വെച്ചാൽ എല്ലാ കഥകളിക്കാരും അന്ന് വീട്ടിൽ വരും. അപ്പോൾ അച്ഛൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതാണ് രാമകുട്ടി നായർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പം ഈ ആശാനെ ഞാൻ കാണുന്നതിന് വളരെ കുട്ടികളുള്ള കാലത്താണ് ആശാനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കഥകളിയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ആശാൻ്റെ ഒരു വേഷം എൻ്റെ മനസ്സിൽ കയറിക്കൂടി. അത് വേറൊന്നുമല്ല, രാവിലത്തെ നേരത്തെ പന്തൊക്കെ പിടിച്ചിട്ട് സ്റ്റൂളിൻ്റെ മുകളിൽ ചാടുന്നുണ്ട്, ചാടി കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വേഷം. തോരണയുദ്ധം ഹനുമാനായിരുന്നു അത്. അത് പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനും രാമകുട്ടി നായരാശാനായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ പലപ്പോഴും പറയേണ്ടി വരും. ഞാൻ വെള്ളിനേഴി വന്ന് താമസമാക്കിയതിന് ശേഷം ആദ്യമായിട്ട് ആശാൻ്റെ വേഷം കാണുന്നത് പരിയാൻപറ്റ കാവിൽ വെച്ചിട്ടാണ്. കീചകവത്തിൽ കീചകൻ. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് കയറി കൂടിയൊരു വേഷമാണ്. അതിനുശേഷം എത്രയോ കീചകന്മാരും രാവണന്മാരും നരകാസുരനും ഹനുമാന്മാരും ഒക്കെ കാണുകയുണ്ടായി. എന്നാൽ അന്നൊന്നും ഇതേ മഹാ ആചാര്യൻ്റെ കൂടെ ഒരു കഥകളി വേഷം കെട്ടാൻ സാധിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് എൻ്റെ കഥകളി ജീവിതം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കത്തിവേഷങ്ങളുടെ കൂടെ പതിഞ്ഞപതിന് ഞാൻ നിന്നിട്ടുള്ളത് രാമകുട്ടി നായരാശാൻ്റെ കൂടെയാണ്. അതേപോലെ തന്നെ കീചകവധത്തിൽ സുരേഷം. അന്ന് ഞങ്ങളുടെ ഭാഗത്ത് പ്രധാനപ്പെട്ട 4 സ്ത്രീവേഷക്കാരൊന്ന് ശിവരാമേട്ടൻ, KG വാസുവാശാൻ, കോട്ടക്കൽ ശംഭുവേട്ടൻ, കല്ലൂരി വാസുവേട്ടൻ. ഇവരുടെയൊക്കെ മാറി മാറി സൈരന്തരിയും ആശാൻ്റെ കീചകനും എൻ്റെ സുരേഷനുമായിട്ട് അനവധി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സുരേഷനെ കിട്ടിയത് രാമകുട്ടി നായരാശാൻ്റെയും ശിവരാമേട്ടൻ്റെയും കീചകത്തിനാണ്. അതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. പിന്നെ ചുരുങ്ങിയ ഒരു കാലയളവിൽ എനിക്ക് ആശാൻ്റെ ശിഷ്യനാവാൻ സാധിച്ചിട്ടുണ്ട്. അതിവിടെ പലർക്കും, ഇവിടെ നല്ല ഞങ്ങളുടെ ഭാഗത്ത് തന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ആശാൻ്റെ വീട്ടിൽ വെച്ചിട്ട് സ്കോളർഷിപ്പ് കിട്ടിയ കലാമണ്ഡലം സോമൻ, കോതറ വിജയൻ, കലാനിലയം മുകുന്ദൻ, അങ്ങനെ 3 പേരുടെ സ്കോളർഷിപ്പ് കാലത്ത് സോമൻ്റെ നിർബന്ധപ്രകാരം വീട്ടിൽ ചൊല്ലിയാട്ടം വെച്ചു. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലടോ എന്നൊക്കെ ചോദിച്ചു. എങ്ങനെയായാലും അയാളുടെ നിർബന്ധപ്രകാരം ആ ചൊല്ലിയാട്ടത്തിന് ചെണ്ടാമത്തളം പാടാൻ കലാമണ്ഡലം ശ്രീകുമാറും ഞാനും ആയിരുന്നു. അപ്പോൾ ഈ 3 വർഷങ്ങളിലും 2 ദിവസം ആശാൻ എന്നെ കൊണ്ട് പാടിക്കില്ല. ഇന്ന് നീ പാടണ്ട പറയും. അതെന്താ വെച്ചാൽ ഒരു ദിവസം കാലയോഗത്തിൽ ഉർവശിയും ഒരു ദിവസം കർമ്മയോഗത്തിൽ ലളിതയും. ഈ 3 വർഷവും ഇത് ആശാൻ എന്നെ ചൊല്ലിയടിച്ചിട്ടുണ്ട്. അപ്പോൾ ആശാൻ്റെ ഒരു ശിഷ്യനാവാൻ കൂടി എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ ആശാൻ്റെ കൂടെ പരിപാടികൾക്ക്, നാട്ടിൽ ധാരാളം പരിപാടികൾക്ക് പങ്കെടുത്തു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതുകൂടാതെ കൽക്കട്ട ശാന്തിനികേതൻ, പിന്നെ ഖിസറാവോ ഫെസ്റ്റിവലിന് ഒക്കെ ആശാൻ്റെ കൂടെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതും ആശാൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാമകുട്ടി നായരാശാനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇവിടെ എന്നേക്കാൾ ഇതിന് ആശാൻ്റെ വേഷങ്ങൾ കണ്ടിട്ടും ആശാൻ്റെ വ്യക്തിത്വം അറിയുന്നവരിവിടെ ഉണ്ടാവും. എങ്കിലും ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. ആശാൻ്റെ വ്യക്തി ജീവിതമായാലും കലാജീവിതമായാലും എല്ലാറ്റിനും ഒരു ക്ലാസിക്കൽ ടച്ചുണ്ട്. ഒക്കെ ചിട്ടയായിട്ടേ ചെയ്യുള്ളൂ. ആശാൻ ധൃതി പിടിച്ച് ഒരു കാര്യം ചെയ്യുന്നത് ആരും കണ്ടിരിക്കാൻ വഴിയില്ല. അരങ്ങത്തേക്ക് വരുന്നതായാലും വേഷം ഒരുങ്ങുന്നതായാലും തിരിച്ചു പോകുന്നതായാലും ജീവിതത്തിൽ നടക്കുന്നതായാലും ഒക്കെയും ഒരു താളമുണ്ട്. ആ താളത്തിലെ ആശാൻ അത് ചെയ്യുള്ളൂ. മാത്രമല്ല ആശാൻ്റെ ആട്ടങ്ങൾ, ആശാൻ ചെറിയ തോതിലൊരു വിക്ക് ഉണ്ടായിരുന്നു. അത് നിർത്തി വർത്തമാനം പറയുന്ന ആ സ്വഭാവം തന്നെയാണ് ആശാൻ്റെ ആട്ടത്തിൻ്റെ സ്വഭാവം. ഇത് ആശാൻ്റെ മാത്രമല്ല,
ഏതൊരു വേഷക്കാരനും എങ്ങനെയാണോ വർത്തമാനം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ആട്ടവും അതുപോലെയാണ്. അത് ഇനി ശ്രദ്ധിച്ചാലും മനസ്സിലാവും. രാമൂട്ടി നായരാശാൻ്റെ വേഷങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹം കഥകളിക്ക് വേണ്ടി ജനിച്ച ആളാണെന്ന് പറഞ്ഞ ഒരു മഹാ ആചാര്യനുണ്ട്, കീഴ്പ്പടത്തിൽ കുമാരൻ നായരാശാൻ. രാമൻകുട്ടി കഥകളിക്ക് വേണ്ടി ജനിച്ചതാണ്. അത് വളരെ ശരിയാണെന്ന് നമുക്ക് ബോധ്യവും. അദ്ദേഹം കത്തി വേഷം കെട്ടാണ്, കത്തിയുടെ നാമം വരയ്ക്കുന്ന ഇവിടെ ഒരു മുറിയുണ്ട്. അതിങ്ങൾ തേച്ചാൽ കത്തിക്ക് നല്ല പാകമാണ്. അതുപോലെ വെള്ളത്താടി ആണെങ്കിൽ ചുട്ടിത്തുണി ആദ്യം കെട്ടിയിട്ടല്ല അദ്ദേഹം തേക്കുക. അദ്ദേഹം തേപ്പൊക്കെ കഴിഞ്ഞ് മുടി വയ്ക്കുമ്പോൾ ചുട്ടിത്തുണി കെട്ടിയാൽ അത് വളരെ കറക്റ്റാണ്. അത്രയും ആ വേഷങ്ങൾ ചെയ്ത് സ്ഫുടം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ കുഞ്ചു നായരാശാൻ, കൃഷ്ണൻ നായരാശാനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് രാമൂട്ടി നായരാശാനും ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം തൻ്റേതായ ഒരു ഇടം സ്വന്തമായി കണ്ടെത്തി കത്തി വേഷങ്ങളിലും വെള്ളത്താടി വേഷങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിനെ വളരെയധികം അധ്വാനമുള്ള വേഷങ്ങളാണെങ്കിലും ചെയ്യാൻ തയ്യാറായി. അദ്ദേഹം ഓരോ വേദികളിലും എന്ത് അംഗീകാരം കിട്ടുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ കഥകളിയെ സ്നേഹിക്കൂ, അതിനെ വളരെ അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് കൊണ്ടു നടന്നാൽ എത്ര കാലം വൈകിട്ടാണെങ്കിലും നമ്മൾക്കുള്ള അംഗീകാരങ്ങൾ നമ്മളെ തേടി വരും എന്നിപ്പോഴും രാമൂട്ടി നായരാശാൻ ഗുരുസ്മരണയോട് കൂടിയിട്ട് പറയാറുണ്ട്. അത് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം ശരിയാണെന്ന് നമുക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ അദ്ദേഹത്തിന് ഈ മുന്നരങ്ങ് ഭ്രമം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കഥയിൽ ഞാൻ തന്നെ വേഷം കെട്ടണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. മിക്കവാറും രാമൂട്ടി നായരാശാൻ്റെ വേഷം രണ്ടാമത്തെ കഥയിലാണ് വരിക. അപൂർവം തോരണയുദ്ധം പോലെയുള്ള കഥയാണെങ്കിൽ മൂന്നാമത്തെ കഥയിലും. നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് രാമൂട്ടി നായരാശാൻ. തൻ്റെ വേഷങ്ങൾ കാണാൻ എത്ര വൈകിട്ടാണെങ്കിലും അവിടെ ജനങ്ങളുണ്ടാവും എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ള ഒരു കലാകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നരങ്ങ് ഭ്രമം ഉണ്ടായിരുന്നില്ല. ആ മുന്നരങ്ങ് ഭ്രമം ഉണ്ടായിരുന്നെങ്കിൽ കലാമണ്ഡലത്തിൽ ആ കാലത്ത് പ്രധാന ആചാര്യൻ അദ്ദേഹവും പത്മനാരാശാനുമാണ്. ഈ പത്മനാരാശാൻ രാമൂട്ടിശാനും പ്രധാന അധ്യാപകരെന്ന് മാത്രമല്ല പിന്നീടുള്ളവർ ഗുരുനാഥന്മാരുമായിരുന്നു. അപ്പം അവർ ആ കാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പിന്നീട് പല നല്ല കലാകാരന്മാരെയും കിട്ടാതെ പോയിരുന്നു. അതൊക്കെ വളരെ ബുദ്ധിപൂർവം, അതായത് ഞാനല്ല അത് ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹം പച്ചവേഷം കെട്ടിയിരുന്നില്ലേ ചോദിച്ച കാലയേത അർജുനൻ, കിർമീരത്തിൽ ധർമ്മപുത്രർ, സുഭദ്രാരൻ അർജുനൻ, ബലഭദ്രൻ, സന്താനപാല അർജുനൻ, കല്യാണ സൗന്ദര്യം ഇവരൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു അപൂർവ കൂട്ടുകെട്ടായിട്ട് ഒരു തവണ ഗുരുവായൂർ ക്ലബ്ബിൽ വെച്ച് പത്മനാരാശാൻ്റെ ഹനുമാനും രാമൂട്ടി നായരാശാൻ്റെ ഭീമനും കാണുന്നുണ്ടായി. അന്ന് അതിൻ്റെ താഴെ സോനീറിലൊക്കെ കൊടുത്തിരുന്ന അപൂർവ കൂട്ടുകെട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ അപൂർവമായിട്ട് കണ്ടൊരു വേഷം കൃഷ്ണൻ നായരാശാൻ്റെ രാവണനും രാമൂട്ടി നായരാശാൻ്റെ നാരദനുമാണ്. തിരിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് വല്ല അത്ഭുതമില്ല. രാമൂട്ടി നായരാശാൻ സ്ഥിരം രാവണൻ കെട്ടുന്ന ആളാണ്. കുമാരൻ നായരാശാൻ്റെ രാവണനും രാമൂട്ടി നായരാശാൻ്റെ നാരദനും കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു വേഷം പരശുരാമനാണ്. പരശുരാമൻ ആ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ട്രൂപ്പിനടക്കാൻ സംഖ്യയുടെ പുറമെ ഒരു 100 രൂപ അധികം അടക്കണം പരശുരാമൻ ഉണ്ടെങ്കിലാണ്. പക്ഷെ അന്ന് അത് ആവശ്യക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ആ 100 രൂപ അധികം അടച്ചിട്ട് എത്രയോ പരശുരാമന്മാരും ഉണ്ടായിട്ടുണ്ട്. ആ പരശുരാമനൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അത് വളരെയധികം ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ഉണ്ടായിട്ടുണ്ട്. ആ പരശുരാമനൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അത് വളരെയധികം ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ദേഷ്യത്തോടു കൂടി പ്രവേശിക്കുന്ന ഒരു പരശുരാമൻ, ആ ഓടി വന്ന് വക്ക് മലത്തിയിട്ടുള്ള ഒരു ചാടലും അതൊക്കെ രാമൂട്ടി നായരാശാന് മാത്രം അവകാശപ്പെടാവുന്ന ചില പ്രത്യേകതകളാണ്. അതുപോലെ തോരണയുദ്ധം ഹനുമാൻ സമുദ്രലംഘനം ചെയ്യുന്ന ആ ഒരു ചാട്ടം, അത് പലരെയും അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അത്ര വൃത്തിയായിട്ട് കാണാൻ വേറെ ആരെയും
ആരും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രാമൻകുട്ടി നായരാശാൻ്റെ ഒരു പ്രത്യേകതകളായിരുന്നു അതൊക്കെ. പിന്നെ ഞാൻ അദ്ദേഹത്തിന് അപൂർവമായി കണ്ട വേഷവും ഞാൻ കൂടെ വേഷം കിട്ടിയിട്ടുള്ളത് വേഷവും രുക്മിണി സ്വയംവരത്തിൽ സുന്ദരബ്രാഹ്മണനും രുക്മിണിയുമാണ്. പിന്നെ ദുർവാസാവ്, ഈ പറഞ്ഞ ബാലവീര്യ നാരദൻ, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. കിരാത കാട്ടാളൻ, രണ്ടാം ദിവസം കാട്ടാളൻ, ഹംസം, അങ്ങനെയുള്ള അപൂർവ ചില വേഷങ്ങളും കൂടി കണ്ടിട്ടുണ്ട്. ആശാനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹവും എൻ്റെ അച്ഛനും തമ്മിൽ അത്രയൊരു ആത്മബന്ധം, അതായത് അച്ഛൻ പഠിക്കണ കാലത്ത് അതൊക്കെ എനിക്ക് കേൾവിയുള്ളൂ. കൃഷ്ണൻകുട്ടി പിള്ളാശാനും രാമൻകുട്ടി നായരാശാനുമായിരുന്നു അച്ഛൻ്റെ രക്ഷിതാക്കൾ. അവിടെ അച്ഛനെ ശ്രദ്ധിക്കാൻ വേറെ ആരും കുടുംബത്തിലുണ്ടായിരുന്നില്ല. അവിടെ ഇവരുടെ ചുമതലയിലായിരുന്നു അത്ര അച്ഛൻ്റെ കലാജീവിതം ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ബന്ധം മരിക്കുന്നത് വരെ നിലനിർത്തി പോന്നു. ആശാനും അതോട് അച്ഛനും അതെ, ഇവരോട് രണ്ടുപേരോടൊക്കെ നല്ല ബഹുമാനം ആയിരുന്നു. രാമൻകുട്ടി നായർ, കൃഷ്ണൻകുട്ടി പിള്ള എന്നൊക്കെ പറയാം, എങ്കിലും വളരെയധികം ബഹുമാനപൂർവ്വം ആണ് അവരോട് പെരുമാറിയിരുന്നത്. പിന്നെ ആശാൻ്റെ വേഷങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരോ വേഷങ്ങൾ കാണുമ്പോഴും നമുക്ക് കഥകളിപ്പാട്ട് കേൾക്കുമ്പോൾ ആ വേഷങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും. ഒരു ഹരിനാക്ഷി എന്ന പദം കേട്ടാൽ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ കാലത്തുള്ള ആൾക്കാരുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഒരു കീചകൻ രാമൻകുട്ടി നായരാശാൻ്റെ. അതുപോലെ ഇപ്പോൾ ധാരാളം യുവജന ഉത്സവ വേദികളിൽ ഗംഭീര വിക്രമ എന്നുള്ള പദം കളിക്കുന്നത്. അത് കേട്ടാലും രാമൻകുട്ടി നായരാശാൻ്റെ ഉത്ഭവത്തിൽ രാവണനാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം. ഈ ഉത്ഭവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ട് ഉത്ഭവങ്ങൾ അപൂർവമായി, അതായത് ആവശ്യപ്പെട്ടാൽ തന്നെ കൃഷ്ണകുട്ടികൾക്ക് ഒഴിവുണ്ടോ അല്ലെങ്കിൽ മന്നാടിയാർക്ക് ഒഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആശാൻ ആ കളി ഏൽക്കാറുള്ളൂ. ഇന്നത്തെ മാതിരി ധാരാളം ഉത്ഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഉത്ഭവത്തിൻ്റെ പ്രത്യേകത അന്ന് ആ കാലത്ത് രാമൻകുട്ടി നായരാശാനെ അല്ലാതെ വേറെ ആരും കെട്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരായിട്ടുള്ള സദനം കൃഷ്ണകുട്ടിയേട്ടൻ, ശാരടി വാസുവേട്ടൻ, ശേഖരേട്ടൻ ഒക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും ആ കാലത്തുള്ള ആശാന്മാർ ധാരാളം ഉത്ഭവം കെട്ടി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ രാമൻകുട്ടി നായരാശാൻ്റെ ഒരു വേഷമാണ്. ശിവരാമേട്ടൻ തമാശ രൂപത്തിൽ എപ്പോഴും പറയാറുണ്ട്, ഗംഭീര വിക്രമൻ എന്നാ പറയുക രാമൻകുട്ടിശാനെ. ആ സംബോധന വളരെയധികം അന്വർത്ഥമാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ രാമൻകുട്ടി നായരാശാൻ വളരെ ഗൗരവക്കാരനാണ്, സംസാരിക്കില്ല, ചിരിക്കില്ല. പക്ഷേ അങ്ങനത്തെ ആൾക്കാർ ആശാന് ആശാന് ചെറിയ തോതിൽ വിക്കൊക്കെ ഉണ്ടെങ്കിലും നല്ല സംഗീതബോധം ഉള്ള ആളായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കത്തി വേഷങ്ങളൊക്കെ ആ സംബോധനയ്ക്ക് ശ്രുതി ചേർന്ന അലർച്ച, അല്ലെങ്കിൽ ശബ്ദവിന്യാസങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അസ്ഥാനത്തൊരലർച്ച ആശാൻ്റെ വേഷത്തിൽ ഒരു സ്ഥലത്തും കാണില്ല. അത് അദ്ദേഹത്തിൻ്റെ സംഗീതബോധവും കഥാപാത്രബോധവും തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആശാൻ്റെ നർമ്മം, ആശാൻ അത്യാവശ്യം നർമ്മമൊക്കെ പറയുന്ന ആൾ തന്നെയായിരുന്നു. എന്നോട് ഒന്ന് രണ്ട് തമാശകൾ പറഞ്ഞാൽ പറയാം. ഒന്ന്, ശിവരാമേട്ടൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം കാർലവണ നടക്കുമ്പോൾ ആശാൻ്റെ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ശിവരാമേട്ടനും ഞാനൊക്കെ ഒന്ന് വേദന പുറത്തു നിന്ന് കേൾക്കുകയാണ്. ശിവരാമൻ ഇപ്പോഴും വെള്ളം കൂട്ടാണ്ട മിനിക്കാൻ സീറ്റ് 17 പറഞ്ഞത്. അപ്പം ശിവരാമേട്ടൻ ഇത് കേട്ടു, ഈ രാമകുട്ടിയാരുടെ ഒരു കാര്യം. അതേപോലെ തന്നെ പക്ഷെ അരങ്ങത്തും അതേ ചെറിയ ചെറിയ നർമ്മങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഒന്ന്, ബാല്യത്തിൽ നാരദൻ ആ കൈലാസോദാരണം കഴിഞ്ഞ് ആ പന്ത് തട്ടും പോലെ ഇങ്ങനെ കാണിച്ച് നാരദൻ്റെ മുഖത്തേക്ക് ആ നോട്ടം അവസാനിച്ച് കഴിഞ്ഞാൽ എന്താ ഉറങ്ങുക ചോദിക്കും. അല്ല, ഞാൻ അങ്ങനെ നാമം ജപിച്ചിരിക്കുകയാണ് എന്നൊക്കെ കഴിയും. അതൊക്കെ അപൂർവമായിട്ട് ചോദിക്കുന്ന ചില നർമ്മങ്ങളാണ്.
പിന്നെ അദ്ദേഹത്തിൻ്റെ ചിരിയെ കുറിച്ചിട്ടെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പുഞ്ചിരിയിൽ വളരെയധികം അനുഭവം ഉണ്ടാക്കുന്നതാണ് കീചകത്തിലെ കണ്ടുവാർ കുഴലി എന്ന പദം കഴിഞ്ഞ് മേളൊക്കെ നിശബ്ദമായി. ഇനി ആ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും. ഇനി അനുഭവിക്കാൻ പോകുന്ന ആ ഒരു അനുഭൂതിയെക്കുറിച്ച് ആലോചിച്ചൊരു ചെറുതായിട്ടൊരു പുഞ്ചിരിയുണ്ട്. വളരെയധികം അനുഭവമുള്ളൊരു ചിരിയാണ്. ഇങ്ങനെ ചില നർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ. പിന്നീട് വ്യക്തിപരമായിട്ട് പറയുക വെച്ചാൽ ഒരു ആശാൻ്റെ വേഷം കഴിഞ്ഞ് തുറക്കുമ്പോൾ എന്നോട് ഹരിദാസൻ എനിക്ക് ശിവരാത്രിക്ക് എല്ലാവരെയും ഏൽപ്പിച്ചു കഴിഞ്ഞു ചോദിച്ചു. ഞങ്ങൾ ഗൗരവത്തിലെ ചോദിക്കണം. അല്ല അല്ലെങ്കിൽ ഇപ്പം കളിക്കുന്ന ആളെ ഏൽപ്പിച്ചാൽ മതി, വിളിച്ചവളും കളിച്ചോളും, വേറെ ആരെയും ഏൽപ്പിക്കണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ അപൂർവമായിട്ട് അദ്ദേഹം പറയുന്ന ചില നർമ്മങ്ങളാണ്. പിന്നെ ആശാൻ വളരെയധികം ഗൗരവക്കാരനാണ്. ഭയങ്കര ശിക്ഷ. അതിപ്പോൾ ഒരു പക്ഷേ എന്നോട് ഉണ്ണീഷിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കാം. എനിക്കങ്ങനെ ശിക്ഷ നേരിട്ട് വാങ്ങേണ്ടിയൊന്നും വന്നിട്ടില്ല. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ആശാൻ്റെ ഹനുമാനാണ് ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ. അപ്പോൾ ഈ ഹനുമാനാകുമ്പോൾ ചുട്ടി കഴിഞ്ഞാൽ പിന്നെ മുഖത്തൊന്നും ചെയ്യാനില്ല, ചുണ്ടപ്പൂ കൂടെ കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ. ആശാൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം ഞാൻ ചുണ്ടപ്പൂ നനയ്ക്കാനായിട്ടുണ്ടാവും വെച്ചിട്ട് ചുണ്ടപ്പൂ നനച്ച് കൊണ്ടച്ചൊന്നു. ഈ പൂവ് നനയ്ക്കാൻ നിന്നോട് ചുണ്ടപ്പൂ മേടിച്ച് ഇട്ടു. ഇങ്ങനെ എന്നോട് വളരെ വാത്സല്യപൂർവ്വം പെരുമാറിയിരുന്ന ഒരാളാണ് രാമകൃഷ്ണ നരേശൻ. പിന്നെ എനിക്ക് എന്നെ ഇപ്പോഴത്തെ അവിടെ അനൗൺസ് ചെയ്തു, വെള്ളിനേഴി ഹരിദാസൻ എന്ന് അനൗൺസ് ചെയ്തു. ആ വെള്ളിനേഴി ഹരിദാസൻ എന്ന് അനൗൺസ് ചെയ്യാനുള്ള ഒരു കാരണക്കാരൻ രാമകൃഷ്ണ നരേശനാണ്. പാറശ്ശേരി അടുത്ത തൃപ്പലമുണ്ടയിൽ ഒരു നളകരുത 3-ാം ദിവസം ആശാൻ്റെ ബാഹുവനായിട്ട്. അപ്പോൾ ജീവലൻ ഹരിദാസൻ, വാർഷ്ണേയൻ ഹരിദാസൻ. അപ്പം ആശാൻ ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഇതാരാന്ന് അവർക്കെങ്കിലും മനസ്സിലാവണ്ടേ ചോദിച്ചു. 2 ഹരിദാസന്മാരാണ്, പക്ഷെ അതിൽ ജീവലിനെ ഈ പദം ചെയ്യാറുള്ളൂ. വാർഷ്ണേയൻ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഒരാളെ നീക്കേണ്ടി തുടങ്ങും, ഒരാളെ മുദ്ര കാണിക്കേണ്ടി, ഒരാൾ കിടക്കണം. മാത്രമൊന്നും ഉണ്ടായില്ല. സംഘാടകരോട് പെഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ഹരിദാസൻ്റെ ബ്രാക്കറ്റിൽ ഗുരുവായൂർ നിട്ടു. ഇന്നത്തെ കലാമുള്ള ഹരിദാസൻ, ഗുരുവായൂർ ഹരിദാസൻ ഗുരുവായൂർ വാസുവേട്ടൻ്റെ കളരിയിൽ പഠിക്കുകയാണ്. എൻ്റെ പേര് കംപ്ലീറ്റ് വെട്ടി. എന്നിട്ട് വെള്ളിനേഴി ഹരിദാസൻ, ഇനി മോൾക്ക് നീ അങ്ങനെ അറിഞ്ഞാൽ മതി പറഞ്ഞു. എന്നെ വെള്ളിനേഴി ഹരിദാസനാക്കിയത് രാമകൃഷ്ണ നരേശനാണ്. അതും എനിക്കെന്നും ഓർമ്മിക്കാവുന്ന ഒരു സമ്മാനമാണ്. രാമകൃഷ്ണ നരേശനായിട്ടുള്ള അനുഭവങ്ങൾ എത്ര പങ്കുവച്ചാലും മതിയാവില്ല എന്നുള്ളൊരു വാസ്തവം നിലനിർത്തിക്കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആശാൻ കലാമത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം 2 കഥകളി ട്രൂപ്പുകളായിട്ട് സഹകരിച്ചതും അതിൻ്റെ ഒപ്പം ഞാനുണ്ടായതുമാണ് എൻ്റെ ഓർമ്മ. ഒന്ന് ശ്രീകൃഷ്ണപുരം യുവജന സംഘം, പിന്നെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പേരിലുള്ള പട്ടിക്കാന്തുടി കഥകളി സംഘം. ഈ 2 ട്രൂപ്പിലും ഞാനും സോമനൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളാണ്, അതിൽ വേഷക്കാരാണ്. അതിൽ ആശാൻ പ്രത്യേകം താല്പര്യം എടുക്കാനുള്ള കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാവണം എന്നുള്ള നിലയ്ക്കാണ് ആശാനൊക്കെ മുൻകൈ വെച്ചിരുന്നത്. അത് അനുഭവത്തിലാവുകയും ചെയ്തിരുന്നു. അതിലത്തെ കലാകാരന്മാർ കുമാരൻ നായരാശാൻ, രാമകൃഷ്ണ നരേശൻ, ശിവരാമേട്ടൻ, KG വാസുവേട്ടൻ, കല്ലൂരി വാസുവേട്ടൻ, സോമൻ, ഞാൻ, അച്ഛൻ, തിരൂർ നമ്പീശൻ, പാലനാട്, അച്ഛൻ പാളാശാൻ, അപ്പുട്ടി പാളാശാൻ, അങ്ങനെയുള്ള കലാകാരന്മാർ വലിയൊരു ഈ ഭാഗത്തേക്കൊക്കെ ധാരാളം കളികൾക്ക് അന്ന് പട്ടിക്കാന്തുടി കഥകളി സംഘത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം കലാമത്തിലുള്ള കാലത്ത് വളരെയധികം കഥകൾ ചിട്ടപ്പെടുത്തിയാലും വേഷം കെട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിരിഞ്ഞതിന് ശേഷം കാന്തല്ലൂർ അഗ്രശാലയിൽ വെച്ചിട്ട് രാമകൃഷ്ണ നരേശൻ്റെയും അച്ഛൻ്റെയും KG വാസുദേവൻ്റെയും നേതൃത്വത്തിലാണ് ഇയ്യങ്ങൂർ ശ്രീധരേട്ടൻ എഴുതിയൊരു മാനവ വിജയം എന്നൊരു കഥകളി. രാഷ്ട്രീയമുള്ള കഥയാണ് എങ്കിലും അത് ചിട്ടപ്പെടുത്തി. ആശാന് വേഷമൊന്നും കിട്ടിയില്ല, പക്ഷെ അത് ചിട്ടപ്പെടുത്തിയത് ആശാൻ്റെ നേതൃത്വത്തിലാണ്.
അത് കുറച്ചു കാലം ഒക്കെ കൊണ്ടു നടന്നു, ഉള്ളത് ഭംഗിയായിട്ട് കൊണ്ടു നടന്നു. പിന്നെ ഭിലായി യാത്ര, ആശാനുള്ള കാലത്ത് ഞങ്ങൾ 2-3 തവണ അടുപ്പിച്ച് ഭിലായി യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആശാൻ എപ്പോഴും എന്നോട് പറയുന്നത് കണ്ട നല്ല മണ്ണാത്തി മതി. അപ്പം എൻ്റെ സീനിയർമാരായിട്ടുള്ള ആരെങ്കിലും കല്ലൂരി വാസോട്ടോ KG വാസോശനോ ശിവരാമേട്ടനൊക്കെ ഉണ്ടാവും. അവരെയാണ് സീത. എന്നോടൊരു പ്രത്യേക താല്പര്യം വേഷം നിശ്ചയിക്കുന്നതിലായാലും പെരുമാറുന്നതിലായാലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊരു കഥ കൂടി ഞാൻ പറഞ്ഞു നിർത്താം. എൻ്റെയും സോമൻ്റെയും കൂട്ടുവേഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കെട്ടിയിട്ടുള്ളത് പക്ഷേ കീചകവധമാണ്. അപ്പോൾ പോരൂർ ഒരു കളിക്ക് പോയപ്പോൾ ഈടോ ഹരിദാസപ്പോൾ കളിയൊന്നുമില്ലേ ചോദിച്ചു. നാളെ ഉണ്ട് നോക്കും. ഇവിടെ സ്ഥലം പറഞ്ഞു. എന്താ കഥ ചോദിച്ചു. കീചകവധം. അപ്പം അവൻ ചോദിച്ചു. എന്നിട്ട് അച്ഛനോട് പറയാം, ഉണ്ണീഷ നാളെ ഇപ്പോൾ രാമകുട്ടിയാരെയും ശ്രീരാമജോടി കീചകവധാത്രേ എന്ന് പറഞ്ഞു. തമാശ രൂപത്തിലാണ് പറഞ്ഞാൽ അത് ഉടനെ പറഞ്ഞു, അങ്ങനെ കെട്ടി നേരെ പറഞ്ഞു. ഞങ്ങളൊക്കെ വളരെയധികം അരങ്ങിൽ അതുപോലെ ആശാൻ്റെ കൂടെ വേഷം കെട്ടുകയാണെങ്കിൽ ഏതൊരു ചെറിയ കുട്ടിക്കും ആശാൻ്റെ കൂടെ വേഷം കെട്ടാൻ പരിഭ്രമിക്കണ്ട. അവനവനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിശ്ചയുണ്ടാവണം, അത് വൃത്തിയായിട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമുള്ളൂ ആശാന്. ഒപ്പം കൊണ്ടും യാതൊരു ചോദ്യങ്ങളും ചോദിച്ചിട്ട് ആട്ടത്തിൽ മുട്ടിക്കുക, അങ്ങനെയുള്ള പരിഭ്രമിപ്പിക്കുക ഒന്നും ചെയ്യില്ല. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, എല്ലാ സ്ത്രീവേഷക്കാരും പ്രതിനിധി ആയിട്ട് ഞാൻ പറയുകയാണ്. ആ പതിഞ്ഞ കിടണ്ടാവിന് ആലിംഗനം ചെയ്തു വരുമ്പോൾ ആശാങ്ങനെ കൈ പിടിക്കും. അത് കഴിഞ്ഞുകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കൈ വിടാൻ തോന്നില്ല. അതായത് അത്രയും മാർദ്ദവത്തോട് കൂടിയിട്ടാണ് ആ കൈ പിടിച്ചിട്ടുണ്ടാവുക. അതൊക്കെ ആശാൻ്റെ ഒരു പ്രത്യേകതകളായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനിയും ധാരാളം ആലോചിച്ച് കഴിഞ്ഞാൽ പറയാനുണ്ടാവും. എങ്കിലും ആശാൻ്റെ ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമസ്കാരം.